അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള അവസാനത്തെ പ്രേരണ എന്തായിരുന്നു? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പതിനെ. ഇത്രയും കൂടുതൽ സോഷ്യൽ ബുള്ളിയിങ് അനുഭവിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവും തന്നെ എനിക്ക് സംശയമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തെ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരള തനിമയുള്ള വസ്ത്രം ഏതാണ് സർ? എൻ്റെ അമ്മൂമ്മയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ചട്ടയും മുണ്ടുമാണ്. അമ്മയുടെയൊക്കെ സമയം വന്നപ്പോഴത്തേക്കും സാരിയായി, പിന്നെ അത് സൽവാറായി, ഇപ്പം ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നു. അല്ലെങ്കിൽ പലതരം ഔട്ട്ഫിറ്റുകൾ ആളുകൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഈ വൃത്തികേടുകൾ എഴുതി കൂട്ടുന്നതിനെതിരെ അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്നതിനെതിരെ എന്തെങ്കിലും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് തന്നെ അതിനുണ്ടെങ്കിലേ, ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം വരികയുള്ളൂ. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. എൻ്റെ പേര് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത്. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത്. എല്ലാം വിധിയുടെ വിളയാട്ട്. സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ്. നമ്മുടെ വിഷയം വൃത്തികേട് പറഞ്ഞതും മോശമായി, ഭയങ്കര മോശമായി ഡബിൾ മീനിങ് കോമഡീസ് പറയുന്നതിനും ഒക്കെയാണ് നമ്മൾ അക്കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. നല്ലൊരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ